ഹായ്, ഞാൻ ദീപ. അപ്പം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ കോർഡ്ലെസ് വാക്യൂം സ്റ്റിക്കാണ്. ഇതിന് മുന്നേ ഞാൻ യുറേക്ക ഫോബ്സിൻ്റെ വെറ്റ് ആൻഡ് ഡ്രൈ എന്ന് പറയുന്ന ഒരു വാക്യൂം ക്ലീനർ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു ഡീപ് ക്ലീൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ അത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുമായിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഡെയിലി യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. കാരണം അതിൻ്റെ വയർ ആദ്യം വലിച്ചെടുക്കണം, പിന്നെ അത് എവിടാന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി കുത്തണം, പിന്നെ അത് യൂസ് ചെയ്യണം, പിന്നെ അതിൻ്റെ ആക്സസറീസ് അങ്ങനെ ഇച്ചിരി ബൾക്കി ആയിട്ട് തോന്നിയത് കൊണ്ട് ഡെയിലി എടുക്കുന്നത് ഒഴിവാക്കി വൺസ് ഇൻ 2 വീക്സ് നമ്മളിവിടെ ഡീപ് ക്ലീൻ ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യും. അപ്പോഴാണ് ഈ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. അതായത് നമ്മുടെ അടുക്കള ഭാഗം, ഈ ഒരു ഡൈനിങ് ടേബിളിന്റെ അടിവശം, പിന്നെ കയറി വരുന്നിടം, അത്രയുമേ നമുക്ക് എല്ലാ ദിവസവും ഒന്ന് അടുക്കി പെറുക്കി ഒതുക്കി വെച്ചിട്ട് അവിടെയൊക്കെ കുറച്ച് ചെറിയ പൊടികൾ, ഈ ബിസ്ക്കറ്റിന്റെ പൊടികൾ, ഇപ്പം അടുക്കളയിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കടുക് എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോഴത്തേക്കുള്ള ചെറിയ ചെറിയ തരികൾ ഒക്കെ വന്നിങ്ങനെ കൂടി കിടന്നു കഴിയുമ്പോൾ മൊത്തം മണ്ണും പൊടിയും ഒക്കെ ആവും. അപ്പൊ അത്രയും ക്ലീനിങ് മാത്രമേ നമുക്ക് ഇതിനിടയ്ക്ക് പിന്നെ വരുന്നുള്ളൂ. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ വീട് തൂക്കേണ്ട ഒരു ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എപ്പോഴും ഈ വലിയ വാക്യൂം ക്ലീനർ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇങ്ങനൊരു കോർഡ്ലെസ് വാക്യൂം സ്റ്റിക്ക് തപ്പിയെടുത്തത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്യുമായിരുന്നു ചെയ്തത്. ഒത്തിരി റേഞ്ചിലുള്ള വാക്യൂം സ്റ്റിക്ക് അവൈലബിൾ ആണ്, പല മോഡൽ, പല ബ്രാൻഡിൻ്റെത്. അപ്പൊ ഇത് എടുത്തതിന്റെ ഒരു കാരണം ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് നെയിം തന്നെയാണ്. അല്ലാതെ ഇതിന്റെ വേറെ റിവ്യൂസ് ഒന്നും നോക്കിയിട്ടല്ല ഞാനിത് എടുത്തത്. അപ്പോൾ താരതമ്യേന ബാക്കിയുള്ള വാക്യൂം സ്റ്റിക്കിനെ അപേക്ഷിച്ച് ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കൊന്ന് 10 രൂപ അടുപ്പിച്ചെങ്ങാണ്ടായി. അപ്പൊ എൻ്റെ വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനറിന് 15 രൂപയേ ഉള്ളൂ, 15,500 അത്രയെങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്നൊരു 5 രൂപയുടെ കുറവേ ഉള്ളൂ ഈ ഒരു സംഭവത്തിന്. പക്ഷെ ഇതിന് മറ്റതിനെ അപേക്ഷിച്ച് ആക്സസറീസ് കുറവാണ്. ഇത് ആകെപ്പാടെ 10-30 മിനിറ്റ് കണ്ടിന്യൂസ് വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ ഇതിന്റെ ബാറ്ററി മാറ്റി ഇത് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒത്തിരി ഡീമെറിറ്റ്സ് ഇതിനുണ്ടെങ്കിൽ പോലും ഞാനിത് ചൂസ് ചെയ്തത് എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. അതായത് ഡെയിലി എനിക്ക് എല്ലാ പരിപാടികളും കഴിയുമ്പോൾ രാവിലെയും വൈകിട്ടും ഈ കിച്ചന്റെ ഏരിയയും ഡൈനിങ് ടേബിളും പിന്നെ കയറി വരുന്നിടത്ത് എന്തായാലും പിള്ളേർ ഷൂസും ഒക്കെ ഇട്ട് അകത്ത് കയറി വരും. അവിടുത്തെ കാർപ്പറ്റ്, ഇവിടെയുള്ള കുറച്ച് കാർപ്പറ്റ്സ്, അതെല്ലാം ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെന്നുള്ളതാണ്. കാരണം ഇത് എടുക്കുക, ഓൺ ആക്കുക, തീർന്നു. അപ്പോൾ ഈ ഒരു കൺവീനിയൻസ് കാരണമാണ് ഞാൻ ഈ ഒരു വാക്യൂം ക്ലീനർ അല്ലെങ്കിൽ വാക്യൂം സ്റ്റിക്ക് തിരഞ്ഞെടുത്തത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോവാം. കോർഡ്ലെസ് ആണ്, അത് തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കോർഡ്ലെസ് ആണ്, അപ്പോൾ നമ്മൾ ബാറ്ററി വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. ഇത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. ഇപ്പം ബ്ലാക്ക് ആൻഡ് ഡെക്കറിന്റെ തന്നെ വേറെയും ഓൾറെഡി കുറെ അധികം എക്യുപ്മെന്റ്സ് ഇവിടെ ഉണ്ട്, ഡ്രില്ലറും അതുപോലത്തെ കാര്യങ്ങൾ. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഈ ബാറ്ററി കിട്ടും. ബാറ്ററി മാത്രമായിട്ടല്ല, അതിന്റെ കൂടെയും ബാറ്ററി ഉണ്ടല്ലോ. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാർജ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാൻ പാകത്തിനുള്ള സംഭവമാണ്. അപ്പൊ അതും എനിക്ക് ഇത് വാങ്ങിക്കുന്നതിന് കുറച്ചും കൂടെ ഒന്ന് കുഴപ്പമില്ല. നമുക്ക് ബാറ്ററി തീർന്നാലും നമുക്ക് മറ്റേതിന്റെ ബാറ്ററി ചാർജ് ചെയ്യാമല്ലോ. അപ്പം ഇങ്ങനെ 2 ബാറ്ററി ഉള്ളപ്പോൾ മാറ്റിയും തിരിച്ചും ഒക്കെ ഇടാലോ എന്നുള്ള ഒരു ഉദ്ദേശവും കൂടെ ഇത് വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഒന്ന്. അപ്പൊ ഇതിന്റെ ആക്സസറീസ് എന്ന് പറയുന്നത് ഇതില് ഇങ്ങനെ ഒരു മോപ്പ് ചെയ്യാനുള്ളൊരു ആക്സസറി ഉണ്ട്. നമുക്ക് കാർപ്പറ്റ്, ഫ്ലോറ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് മോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സംഭവം. ഇത് ഇവിടുന്ന് വേണമെങ്കിൽ ഊരാം. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇവിടെ ബട്ടൺ വെച്ചിട്ട് ഇവിടുന്ന് ഊരാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഊരാം. അപ്പൊ അത് ഒരു ആക്സസറി. പിന്നെ ഇതിന്റെ കൂടെ കിട്ടുന്നത് ഇങ്ങനൊരു ടൂളുണ്ട്, ഇങ്ങനെയും ഒരു ടൂളുണ്ട്, ഒരു ബ്രഷ് പോലത്തെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇത് വെച്ച് ഞാൻ യൂസ് ചെയ്യുന്നത് വെറുതെ ഇതിനകത്ത് മണ്ണും പൊടിയും ഒക്കെ കളയാനാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അല്ലാതുള്ള ആ 2 ആക്സസറി ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം അത് ഡീപ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിലും എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമ്മുടെ മറ്റേ വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനറിൽ ഫെസിലിറ്റി ഉണ്ട്. ഇനി ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ രാത്രി ഒരു 5 മണിക്കൂറോളം ഒക്കെ അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും ഇത് ചാർജ് ചെയ്യാൻ ഇടണം. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫുൾ പവറിൽ നമുക്ക് 30 മിനിറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ എൻ്റെ യൂസിൽ ഇത് ഞാൻ ഫുള്ളി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും ഞാൻ ഈ ഇത്രയും ഭാഗം ഒന്ന് ഓടിക്കും. അപ്പോൾ അങ്ങനെ എനിക്കൊരു 2 to 3 days കിട്ടാറുണ്ട്. അപ്പം 30 മിനിറ്റ് ഒന്നും എടുക്കത്തില്ല. രാവിലെ എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് അവിടുത്തെ ജസ്റ്റ് കാർപ്പറ്റും ഇതൊക്കെ ഒന്ന് ഓടിച്ചു പോകാനാണെങ്കിൽ അധിക നേരം ഒന്നും ഒരു ദിവസം ആവുന്നില്ല. അങ്ങനെ 2 to 3 days പോകാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഉപയോഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം. പിന്നെ ഇതിനകത്തെ ബട്ടൺസ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺ ആൻഡ് ഓഫ് ബട്ടൺ, സെയിം ബട്ടൺ തന്നെയാണ്. പിന്നെ ഇതിൽ 3 മോഡുണ്ട്, സ്ലോ, മീഡിയം ആൻഡ് ഹൈ. കുറച്ച് പവർ കൂടാൻ വേണ്ടിയിട്ട്, സക്ഷന്റെ പവർ കൂടാൻ വേണ്ടിയിട്ട് 3 ഓപ്ഷൻ ഉണ്ട്. ഇത്രേ ഉള്ളൂ ഇതിനകത്തെ ബട്ടൺ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഈ കാണുന്നതിനകത്താണ് പൊടി വന്ന് വീഴുന്നത്. അപ്പൊ ഇത് നമുക്കിതാ ഇങ്ങനെ ഊരിയെടുക്കാം. ഇങ്ങനെ ഊരിയെടുത്തിട്ട് ഇതിന്റെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ താഴോട്ട് പോകും. പിന്നെ അല്ലാണ്ട് ഇവിടുന്ന് നമുക്ക് ഊരിയിട്ട് ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്, ഫുള്ള് പൊടിയായിട്ടിരിക്കും കേട്ടോ. അപ്പൊ ഇത് ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്റർ നമുക്ക് കഴുകി യൂസ് ചെയ്യണം എന്നാ പറയുന്നത്. ഒരു 30 days ആകുമ്പോൾ ഇത് ഫുൾ ഇപ്പൊ പൊടിയായിട്ടിരിക്കുക. 30 days ആകുമ്പോൾ കഴുകി പിന്നെ ഉണക്കിയിട്ട് പിന്നെയും ഇത് ഇവിടെ വെക്കണം. അല്ലെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ ഇത് മാറ്റി വാങ്ങിക്കണം. അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഒരു സംഭവം ഉണ്ട്, ഈ ഓറഞ്ച് കളർ സാധനം. പിന്നെ ഉള്ളത് ഇതാണ്. ഇപ്പൊ ഇതിനകത്ത് ഓൾറെഡി നല്ല പൊടിയായിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴോട്ട് വരും. പിന്നെ അത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വെക്കാം. അത്രേ ഉള്ളൂ. തിരിച്ചു വെക്കാനും എളുപ്പമാണ്. അപ്പൊ ഇത് വെച്ച് മെയിനായിട്ടും കാർപ്പറ്റ്, പിന്നെ ഹാർഡ് ഫ്ലോർ, ഇതൊക്കെയാണ് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പൊ ഇതിനകത്തൊരു ചെറിയ ഡീമെറിറ്റ് എനിക്ക് തോന്നിയ എന്താന്ന് വെച്ചാൽ വലിയ പേപ്പേഴ്സ് അല്ല, ഇച്ചിരി വലിയ കഷ്ണം പേപ്പേഴ്സ് ഒന്നും ഇത് എടുക്കത്തില്ല. കാരണം ഇതിന്റെ റോളർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് അങ്ങനെ വലിച്ചെടുക്കാൻ പാകത്തിനുള്ള അല്ല. പക്ഷെ മുടി, പിന്നെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതെല്ലാം നല്ല നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യും. ഇപ്പം കാർപ്പറ്റിലൊക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ നല്ല സൂപ്പറായിട്ട് ഇത് പൊയ്ക്കോളും. വലിയ പേപ്പർ കഷ്ണമൊന്നും നടക്കത്തില്ല. അതിന് നമ്മൾ മറ്റേ ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പക്ഷെ അത് എത്രത്തോളം വലിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിനകത്തെ പൊടി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കുറച്ച് നമ്മൾ ഓൾറെഡി ക്ലീൻ ആയിരിക്കുന്ന ഒരു പോർഷൻ പോലും ഇത് വെച്ച് വലിച്ചു കഴിയുമ്പോൾ നോക്കുമ്പം ഇതിനകത്ത് ഏതാണ്ട് നിറഞ്ഞിരിക്കും. അപ്പം അത്രയ്ക്ക് പൊടി വീട്ടിലുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇനി ഇതിന്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിനകത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം. ഈ ഫിൽറ്റർ നമ്മൾ 30 daysനകത്ത് ക്ലീൻ ചെയ്യണം, കഴുകി എടുക്കണം. പിന്നെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷനിൽ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഒത്തിരി ചുറ്റിയിരിക്കും. മുടി, ചെറിയ നൂല്, ഇതൊക്കെ ചുറ്റിയിരിക്കും. അതൊക്കെ ഇടയ്ക്ക് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ ഇളക്കി ഇത് നമുക്ക് ഇളക്കി അത് ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ ചില സമയത്ത് ഇതിനകത്ത് സംഭവം എന്തെങ്കിലും വലിയ പേപ്പറോ എല്ലാം കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലീൻ ചെയ്യണം. അത്രേ ഉള്ളത്. അങ്ങനെ എപ്പോഴും ഒന്നും സംഭവിക്കാറില്ല. അപ്പൊ അത് ക്ലീൻ ചെയ്യണം. പിന്നെ ഇത് സെൽഫായിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ട് ചാരി വെക്കുകയോ അങ്ങനെയൊന്നും ഇല്ല. ഇത് മറിഞ്ഞൊന്നും പോകത്തില്ല. എവിടാന്ന് വെച്ചാൽ അവിടെ വെക്കാം. അവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് ഓണാക്കി യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പിള്ളേരൊക്കെ ഉള്ളതായതുകൊണ്ട് ഷൂസൊക്കെ ഇട്ട് തന്നെ അകത്തോട്ട് കയറും. പിന്നെ അടുക്കളയിലാണെങ്കിലും ചെറിയ ചെറിയ പൊടികളും കാര്യങ്ങളും കാർപ്പറ്റിലുള്ള പ്രശ്നങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ, അതായത് ഇപ്പൊ ഒരു ഗസ്റ്റ് വരികയാണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചില സ്ഥലത്ത് മാത്രം ക്ലീൻ ചെയ്യേണ്ടതിന് നമ്മൾ ഉടനെ പോയി ചൂലെടുത്ത് തൂത്ത് പിന്നെ അത് കോരിയെടുത്ത് അവിടെ കൊണ്ടിടുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പൊ എൻ്റെ അഭിപ്രായം പറയുവാണെങ്കിൽ ഇതൊരു ഡീപ്പ് ക്ലീൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന സംഭവമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു പുറം രാജ്യങ്ങളിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. എങ്കിലും നമ്മൾ ഈ 30 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഡീപ്പ് ക്ലീനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാനൊക്കത്തില്ല. പക്ഷെ ഇത് എൻ്റെ പർപ്പസ് സെർവ് ചെയ്യുന്ന ഒരു സംഭവമാണ്.
ഇപ്പൊ നമുക്ക് വീട്ടില് ഈ പെറ്റ്സ് ഒക്കെ ഉള്ളവരുടെ വീട്ടില് ഈ മറ്റേ രോമങ്ങളൊക്കെ വന്ന് വീഴത്തില്ലേ, അതൊക്കെ ക്ലീൻ ചെയ്യാൻ ബെസ്റ്റ് ആണ് ഈ ഒരു സംഭവം. നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഒന്നും ഇല്ല, പക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ തയ്ക്കുന്ന ആയതുകൊണ്ട് നൂലും ചെറിയ ചെറിയ കഷ്ണങ്ങളും ഈവൻ മുത്ത് അത് അങ്ങനത്തെ സാധനങ്ങളെല്ലാം അവിടെയാണ് എൻ്റെ തയ്യൽ റൂം. അവിടുന്ന് നേരെ ഫ്രണ്ടിലത്തെ മുറിയിലോട്ടും അവിടുത്തെ കാർപ്പറ്റിലൊക്കെ എപ്പോഴും പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഓരോ തവണയും വൈകിട്ട് ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ആ നൂലിന്റെ ഇഷ്യൂ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കോളും. അപ്പൊ എൻ്റെ ഒരു പർപ്പസ് സെർവ് ചെയ്യും. എനിക്ക് പിന്നെ ഇവിടെ ഇരുന്നാണ് പിള്ളേർ ബിസ്ക്കറ്റും അതൊക്കെ കഴിക്കുന്നത്, അതിന്റെ മൊത്തം അവശിഷ്ടം താഴെ ഇട്ടിട്ടായിരിക്കും ഇവർ പോകുന്നത്. ഈവൻ നമ്മൾ ടേബിള് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം കുറച്ചെങ്കിലും താഴോട്ട് വീഴുമല്ലോ, അത് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാം. ചൂലെടുത്തോണ്ട് വന്ന് തൂത്ത് കൊണ്ടുപോയി പിന്നെ അവിടെ കൊണ്ട് കളയുന്നതിന് പകരം അത് അപ്പൊ തന്നെ ഇതിനകത്ത് കയറി അവിടെ ഇരുന്നോളും. പിന്നെ ഇത് നമ്മൾ സൈഡിലോട്ട് എടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പൊ ആ ഒരു പർപ്പസ് മാത്രമേ ഇതിനുള്ളൂ. ഡീപ് ക്ലീൻ പർപ്പസിന് ഇത് പറ്റത്തില്ല. പിന്നെ എന്താണ് നമ്മുടെ നോർമൽ ഒരു ട്രഡീഷണൽ വാക്യൂം ക്ലീനറുമായിട്ട് ഇത് കമ്പയർ ചെയ്യേ വേണ്ട. ഇതിന്റെ പർപ്പസ് വേറെയാണ്, അതിന്റെ പർപ്പസ് വേറെയാണ്. അപ്പൊ ഇത് എടുക്കുകയാണെങ്കിൽ ആലോചിച്ചിട്ട് മാത്രം എടുക്കുക. ഇതിന്റെ ഒരു റിവ്യൂ തരണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ തന്നാണ്. ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല. ഇത് നിങ്ങളുടെ ഡിസിഷനാണ്. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് മാത്രമേ എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റത്തുള്ളൂ. സമയം 11 മണി. ഇപ്പം അടുക്കളയെല്ലാം ഞാനൊന്ന് ഒതുക്കി കിടക്കാനായിട്ട് പോവാണ്. അപ്പം അതിന് മുമ്പേ നോക്കി ഇവിടെ എല്ലാം ചെറിയ ചെറിയ പൊടികൾ കണ്ടോ, ചെറിയ, അതായത് പിള്ളേർ കഴിച്ചതിൻ്റെ ബിസ്ക്കറ്റിൻ്റെ പൊടിയും അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ ഇവിടെയാണെങ്കിലും ചെറിയ 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 ഇതേ ഉള്ളൂ, ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെയാണ്. അത് ഒന്ന് ഓടിച്ചേച്ച് കിടക്കും. അപ്പം അതിൻ്റെ വ്യത്യാസം അത് ഓടിക്കുമ്പോൾ കാണാം. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.